ഇക്കോസിസ്റ്റം എന്ന ചാപ്റ്ററിലെ എനർജി ഫ്ലോ എന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ എല്ലാം സോഴ്സ് ഓഫ് എനർജി ഏതാണ്? സൺലൈറ്റ് അല്ലേ. അപ്പോൾ സൺ ഈസ് ദ സോഴ്സ് ഓഫ് എനർജി ഫോർ ഓൾ ഇക്കോസിസ്റ്റം ഓൺ എർത്ത്. ഓഫ് ദ ഇൻസിഡൻറ്റ് സോളാർ റേഡിയേഷൻ ലെസ് ദാൻ 50% ഓഫ് ഇറ്റ് ഈസ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. ഈ സോളാർ റേഡിയേഷനിൽ 50% മാത്രമേ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന എനർജി സോളാർ റേഡിയേഷൻ എത്ര മാത്രമേ ഉള്ളൂ? 50% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എത്ര പെർസെൻറ്റേജ് ആണ്? 50% ആണ്. അതിൽ തന്നെ 2 തൊട്ട് 10% മാത്രമേ ആരുപയോഗിക്കുന്നുള്ളൂ? പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ പ്ലാന്റ്സ് ഫിക്സ് ചെയ്യുന്ന ഈ 2 തൊട്ട് 10% വരെയുള്ള ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ എൻറ്റയർ ലിവിങ് വേൾഡിനെ നിലനിർത്തുന്നത്. ഇനി എനർജി ഫ്ലോ എന്താണെന്ന് നോക്കാം. ദ സോളാർ എനർജി ഫ്ലോസ് ത്രൂ ദ ഡിഫറെൻറ്റ് ബയോട്ടിക് കമ്പോണൻസ് ഓഫ് ദ ഇക്കോസിസ്റ്റം. ദിസ് ഈസ് നോൺ ആസ് എനർജി ഫ്ലോ. സോളാർ എനർജി ഒരു ഇക്കോസിസ്റ്റത്തിലെ പല കമ്പോണൻസിലൂടെ ഫ്ലോ ചെയ്യുന്നു. അതിനാണ് എന്ത് പറയുന്നത്? എനർജി ഫ്ലോ എന്ന് പറയുന്നത്. പ്ലാന്റ്സ് സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ ഫുഡിനെ ഡയറക്റ്റായിട്ട് ഹെർബിവോഴ്സ് എടുക്കുന്നു. ഈ ഹെർബിവോഴ്സിനെ പ്രൈമറി കൺസ്യൂമർ എന്നുകൂടി പറയാറുണ്ട്. ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആഹാരമാക്കി എടുക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ടെർഷറി കൺസ്യൂമേഴ്സ് ആഹാരമാക്കുന്നു. അങ്ങനെ പ്രൊഡ്യൂസറിൽ നിന്നും പ്രൈമറി കൺസ്യൂമറിലേക്കും പ്രൈമറി കൺസ്യൂമറിൽ നിന്ന് സെക്കൻഡറി കൺസ്യൂമറിലേക്കും പിന്നീട് ടെർഷറി കൺസ്യൂമറിലേക്കും എനർജിയുടെ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. ഈ എനർജി ഫ്ലോ എപ്പോഴും യൂണി ഡയറക്ഷണൽ ഫ്ലോ ആയിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പോർഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, ഫുഡ് ചെയിൻ. ദ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ത്രൂ എ സീരീസ് ഓഫ് ഓർഗാനിസംസ് വിത്ത് റിപ്പീറ്റഡ് ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൺ ഈസ് നോൺ ആസ് ഫുഡ് ചെയിൻ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൽ നിന്നും കൺസ്യൂമറിലേക്കുള്ള ഫുഡിൻ്റെ ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയുന്നത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നടക്കുന്നത്? ത്രൂ എ സീരീസ് ഓഫ് ഓർഗാനിസം. അതുപോലെ തന്നെ തിന്നുകയും തിന്നപ്പെടുകയും വഴിയാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഫുഡ് ചെയിൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ഫുഡ് ചെയിൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ ഗ്രാസസ് ആണ് കാണുന്നത്. സെക്കൻഡ് ട്രോഫിക് ലെവലിൽ ഗ്രാസ് ഹോപ്പർ, ദെൻ തേർഡ് ട്രോഫിക് ലെവലിൽ ഫ്രോഗ്, ദെൻ ലാസ്റ്റ് ട്രോഫിക് ലെവലിൽ സ്നേക്ക്. ട്രോഫിക് ലെവൽ നേരത്തെ നമ്മൾ പഠിച്ചതാണ്, എന്നാലും ഒന്നുകൂടി പറയാം. ഈച്ച് സ്റ്റെപ്പ് ഇൻ ദ ഫുഡ് ചെയിൻ റെപ്രസെൻറ്റ്സ് എ ട്രോഫിക് ലെവൽ. ഫുഡ് ചെയിനിലെ ഓരോ സ്റ്റെപ്പിനെയാണ് എന്ത് പറയുന്നത്? ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത്. ഈ ഫുഡ് ചെയിനിൽ ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ ഗ്രാസസ് ആണ് കാണുന്നത്. ഈ ഗ്രാസസിനെ ഗ്രാസ് ഹോപ്പേഴ്സ് ആഹാരമാക്കുന്നു. ഗ്രാസ് ഹോപ്പേഴ്സ് സെക്കൻഡ് ട്രോഫിക് ലെവലിലാണ് ഉള്ളത്. ദെൻ ഗ്രാസ് ഹോപ്പേഴ്സിനെ ഫ്രോഗ് ആഹാരമാക്കുന്നു. ഫ്രോഗ് തേർഡ് ട്രോഫിക് ലെവലിൽ. ദെൻ ലാസ്റ്റ് ട്രോഫിക് ലെവലിൽ ആരാണുള്ളത്? സ്നേക്സ്. ഈ സ്നേക്സ് ഫ്രോഗിനെ ആഹാരമാക്കുന്നു. ഇങ്ങനെ തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യുന്നത് വഴി ഒരു സീരീസ് ഓഫ് ഓർഗാനിസത്തിൽ കൂടി ഫുഡിൻ്റെ ട്രാൻസ്ഫറാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള ഫുഡിൻ്റെ ട്രാൻസ്ഫറിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ഫുഡ് ചെയിൻ ഉണ്ട്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ GFC, ദെൻ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ DFC. ഈ GFCയും DFCയും തമ്മിലുള്ള വ്യത്യാസം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് വിത്ത് ഗ്രീൻ പ്ലാന്റ്സ് വിച്ച് ആർ ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് ചെയിനെ എന്താ പറയുന്നത്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ GFC എന്ന് പറയാം. അപ്പോൾ ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ DFC. DFC starts with dead organic matter which is eaten by animals which in turn are eaten by other animals in the soil. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നാണ്. ഈ ഡെഡ് ഓർഗാനിക് മാറ്റർ ഡ്രൈ ലീവ്സ് ആകാം, അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് ഓഫ് അനിമൽസ്, ഇതൊക്കെ ആകാം. ഈ ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഓർഗാനിസങ്ങളായിരിക്കും സെക്കൻഡ് ട്രോഫിക് ലെവലിൽ ഉണ്ടാകുക. സാധാരണയായിട്ട് ഫംഗസ്, ബാക്ടീരിയ, എർത്ത് തുടങ്ങിയവയാണ് ഈ ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ആശ്രയിച്ച് ജീവിക്കുന്നവ. ഇവയെ ആഹാരമാക്കുന്ന ഓർഗാനിസങ്ങളായിരിക്കും സെക്കൻഡ് ട്രോഫിക് ലെവലിൽ ഉണ്ടാകുക. എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഫ്ലോസ് ത്രൂ ദ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. എനർജി ഫ്ലോ കൂടുതൽ നടക്കുന്നത് DFCയിലാണ്. GFCയേക്കാൾ എന്ന് വെച്ചാൽ ഗ്രേസിംഗ് ഫുഡ് ചെയിനേക്കാൾ കൂടുതൽ എനർജി ഫ്ലോ നടക്കുന്നത് ഏത് ഫുഡ് ചെയിനിലാണ്? DFC അല്ലെങ്കിൽ ഡെട്രിറ്റസ് ഫുഡ് ചെയിനിലാണ് കൂടുതൽ എനർജി ഫ്ലോ നടക്കുന്നത്.
ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡ്യൂസറിൽ നിന്നാണ്. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ്റെ ഇമേജാണ്. ഈ DFC സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നാണ്. നെക്സ്റ്റ് ടോപ്പിക് ഫുഡ് വെബ്. എന്താണ് ഫുഡ് വെബ്? നാച്ചുറൽ ഇൻ്റർകണക്ഷൻ ഓഫ് ഫുഡ് ചെയിൻസ്. പ്രകൃതിയിൽ പലതരം ഫുഡ് ചെയിൻസ് ഉണ്ട്. ഈ ഫുഡ് ചെയിൻസ് എല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ്. ഇങ്ങനെയുള്ള പരസ്പരം ഇൻ്റർകണക്റ്റഡ് ആയ ഫുഡ് ചെയിൻസ് ഒരു നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്നു. ഇങ്ങനെയുള്ള ഇൻ്റർകണക്റ്റഡ് ആയ ഫുഡ് ചെയിൻസിനെയാണ് എന്ത് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ നോക്കിയാൽ ഒരുപാട് ഫുഡ് ചെയിൻസ് പരസ്പരം കണക്റ്റ് ചെയ്ത് ഒരു നെറ്റ്വർക്ക് പോലെയുള്ള ഫുഡ് വെബ് ഉണ്ടായതായി കാണാം. നെക്സ്റ്റ് വൺ സ്റ്റാൻഡിംഗ് ക്രോപ്പ്. Each trophic level has a certain mass of living material at a particular time is called standing crop. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഓരോ ട്രോഫിക് ലെവലിലുള്ള ലിവിങ് മെറ്റീരിയലിൻ്റെ ബയോമാസിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓരോ ട്രോഫിക് ലെവലിൽ നിന്നും അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എനർജിയുടെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. എങ്ങനെ? ഫുഡിൻ്റെ ഫോമിൽ എനർജിയുടെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇങ്ങനെ എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 10% എനർജി മാത്രമേ ഒരു ട്രോഫിക് ലെവലിൽ നിന്നും അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണെങ്കിൽ ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ പ്ലാന്റ്സ് ആണ്, പ്രൊഡ്യൂസേഴ്സ് ആണ് ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ. ഇവ ഫോട്ടോസിന്തസിസ് വഴി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ എനർജി നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹെർബിവോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെ എനർജി ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് പ്ലാന്റ്സിലുള്ള എനർജിയുടെ 10% മാത്രമേ ഹെർബിവോഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഹെർബിവോർ സെക്കൻഡ് ട്രോഫിക് ലെവലാണ്. ഈ സെക്കൻഡ് ട്രോഫിക് ലെവലിൽ നിന്നും നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഹെർബിവോഴ്സിന് കിട്ടിയ എനർജിയുടെ 10% മാത്രമേ തേർഡ് ട്രോഫിക് ലെവലിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ട്രോഫിക് ലെവലിലുള്ള പ്ലാന്റ്സ് ഉണ്ടാക്കിയ എനർജിയിൽ നിന്ന് 10% സെക്കൻഡ് ട്രോഫിക് ലെവലായ ഹെർബിവോഴ്സിലെത്തുന്നു. ഈ ഹെർബിവോഴ്സിന് കിട്ടിയ എനർജിയുടെ 10% മാത്രമേ നെക്സ്റ്റ് ട്രോഫിക് ലെവലായ തേർഡ് ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്ന് വെച്ചാൽ എനർജി ട്രാൻസ്ഫർ എപ്പോഴും ഫോളോ ചെയ്യുന്നത് 10% ലോ ആണ്. എന്താണ് 10% ലോ? Only 10% of the energy is transferred to each trophic level from the lower trophic level. നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചതാണ്. വെനെവർ എനർജി ഈസ് ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ഇൻ ടു അനദർ ദർ ഈസ് എ ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് യൂസ്ഫുൾ എനർജി. നമുക്കറിയാം ഒരു ട്രോഫിക് ലെവലിൽ നിന്നും അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 10% മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ഓർഗാനിസത്തിന് കിട്ടിയ എനർജിയിൽ നിന്ന് വളരെ കുറച്ച് എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 10% കഴിഞ്ഞ് ബാക്കിയുള്ള എനർജിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഓർഗാനിസത്തിന് കിട്ടിയ എനർജിയിൽ ഭൂരിഭാഗവും അവയുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ മേജർ ഫ്രാക്ഷൻ ഓഫ് എനർജി ഹീറ്റിൻ്റെ ഫോമിൽ നഷ്ടപ്പെടുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുമ്പോൾ ശരീരത്തിൽ നിന്നും ഹീറ്റിൻ്റെ ഫോമിൽ ഈ ലോസ് ഓഫ് എനർജി സംഭവിക്കുന്നു. മേജർ ഫ്രാക്ഷൻ ഓഫ് എനർജി നഷ്ടപ്പെടുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇക്കോളജിക്കൽ പിരമിഡ്സ്. എന്താണ് ഇക്കോളജിക്കൽ പിരമിഡ്സ്? The graphical representation of the successive trophic levels of an ecosystem in the form of a pyramid is called ecological pyramid. പിരമിഡ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഇക്കോളജിക്കൽ പിരമിഡോ? ഒരു ഇക്കോസിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് ഇക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള പിരമിഡുകളുണ്ട്, അപ്രൈറ്റ് പിരമിഡും ഇൻവേർട്ടഡ് പിരമിഡും. ഇവിടെ ഒരു പിരമിഡ് കൊടുത്തിട്ടുണ്ട്. ഒരു പിരമിഡിൻ്റെ ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. സെക്കൻഡ് ട്രോഫിക് ലെവലിൽ പ്രൈമറി കൺസ്യൂമേഴ്സ്, തേർഡ് ട്രോഫിക് ലെവലിൽ സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ഫോർത്ത് ട്രോഫിക് ലെവലിൽ ടെർഷറി കൺസ്യൂമേഴ്സ് അങ്ങനെയായിരിക്കും ഉണ്ടാകുക. 2 തരത്തിലുള്ള ഇക്കോളജിക്കൽ പിരമിഡ്സ് അപ്രൈറ്റ് പിരമിഡും ഇൻവേർട്ടഡ് പിരമിഡും കണ്ട് മനസ്സിലാക്കുക. അപ്രൈറ്റ് പിരമിഡിൻ്റെ ബേസ് ബ്രോഡ് ആയിരിക്കും, അപ്പെക്സ് നാരോ ആയിരിക്കും. ഇൻവേർട്ടഡ് പിരമിഡിൻ്റെ ബേസ് നാരോ ആയിരിക്കും, അപ്പെക്സ് ബ്രോഡ് ആയിരിക്കും. നമുക്ക് പലതരത്തിലുള്ള ഇക്കോളജിക്കൽ പിരമിഡ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ പിരമിഡ് ഓഫ് നമ്പർ, സെക്കൻഡ് വൺ പിരമിഡ് ഓഫ് ബയോമാസ് ആൻഡ് തേർഡ് വൺ പിരമിഡ് ഓഫ് എനർജി. ഫസ്റ്റ് വൺ പിരമിഡ് ഓഫ് നമ്പർ. The graphical representation of the number of organisms of the successive trophic levels of an ecosystem in the form of a pyramid is called pyramid of number. ഒരു ഇക്കോസിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസിലെ ഓർഗാനിസങ്ങളുടെ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് പിരമിഡ് ഓഫ് നമ്പർ എന്ന് പറയുന്നത്. ഇത് ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു പിരമിഡാണ്, എന്ന് വെച്ചാൽ പിരമിഡ് ഓഫ് നമ്പറാണ്.
ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം അപ്രൈറ്റ് പിരമിഡാണ്. ഓരോ ട്രോഫിക് ലെവലിലെയും ഇൻഡിവിജ്വൽസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സിൻ്റെ നമ്പറാണ് ഏറ്റവും കൂടുതൽ. പ്രൊഡ്യൂസേഴ്സിൻ്റെ എണ്ണത്തേക്കാൾ കുറവാണ് പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം. അതുപോലെ തന്നെ പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ എണ്ണത്തേക്കാൾ കുറവാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം. ടെർഷറി കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം ആകെ 3 മാത്രമേ ഉള്ളൂ. 3 ടെർഷറി കൺസ്യൂമർ മാത്രമേ ഈ ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റത്തിലുള്ളൂ. ഒരു ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം ആകുമ്പോൾ നമുക്കറിയാം ഗ്രാസ് എന്ന് വെച്ചാൽ പുല്ലുകളുടെ എണ്ണമായിരിക്കും കൂടുതൽ. ഈ പുല്ലുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം എപ്പോഴും പ്രൈമറി പ്രൊഡ്യൂസേഴ്സായ പുല്ലുകളേക്കാൾ എന്ന് വെച്ചാൽ ഗ്രാസസിനേക്കാൾ കുറവായിരിക്കും. ഈ പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ എണ്ണത്തേക്കാൾ കുറവായിരിക്കും സെക്കൻഡറി കൺസ്യൂമേഴ്സ്. അതുപോലെ തന്നെ ടെർഷറി കൺസ്യൂമേഴ്സിൻ്റെ എണ്ണമായിരിക്കും ഏറ്റവും കുറവ്. ഇങ്ങനെയുള്ള പിരമിഡാണ് അപ്രൈറ്റ് പിരമിഡ്. ഇനി അടുത്തത് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് നമ്പർ നോക്കാം. ഈ പിരമിഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പ്രൊഡ്യൂസറിൻ്റെ എണ്ണമാണ് ഏറ്റവും കുറവ്. എന്ന് വെച്ചാൽ ഒരു മരം മാത്രമേ ഇവിടെ പ്രൊഡ്യൂസറായിട്ടുള്ളൂ. ഇവിടെ ഈ മരത്തിൽ ജീവിക്കുന്ന ബേഡ്സ് ആണ് ഇവിടെ പ്രൈമറി കൺസ്യൂമറായിട്ട് വരുന്നത്. അപ്പോൾ പ്രൈമറി കൺസ്യൂമറിൻ്റെ എണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നത് 60 ആണ്. ഈ ബേഡ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന എക്ടോ പാരസൈറ്റ്സിൻ്റെ എണ്ണം ഈ ബേഡ്സിനേക്കാൾ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് 1200 ആണ്. ഈ എക്ടോ പാരസൈറ്റ്സ് ആണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇൻവേർട്ടഡ് പിരമിഡിൻ്റെ ബേസ് നാരോ ആയിരിക്കും, അപ്പെക്സ് ബ്രോഡായിരിക്കും. നെക്സ്റ്റ് വൺ, പിരമിഡ് ഓഫ് ബയോമാസ്. ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബയോമാസ് ഓഫ് ഓർഗാനിസംസ് ഓഫ് ദ സക്സസീവ് ട്രോഫിക് ലെവൽസ് ഓഫ് ആൻ ഇക്കോസിസ്റ്റം ഇൻ ദ ഫോം ഓഫ് എ പിരമിഡ് ഈസ് കോൾഡ് പിരമിഡ് ഓഫ് ബയോമാസ്. ഒരു ഇക്കോസിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസിലെ ഓർഗാനിസങ്ങളുടെ ബയോമാസ് എന്ന് വെച്ചാൽ അവയുടെ വെയിറ്റ്, ആ ബയോമാസിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് എന്ത് പറയുന്നത്? പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത്. ഈ പിരമിഡ് ഓഫ് ബയോമാസ് 2 തരത്തിലുണ്ട്, അപ്രൈറ്റ് പിരമിഡും ഇൻവേർട്ടഡ് പിരമിഡും. പിരമിഡ് ഓഫ് ബയോമാസിൽ അപ്രൈറ്റ് പിരമിഡും ഉണ്ട്, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് പിരമിഡും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ അപ്രൈറ്റ് പിരമിഡിന് എക്സാമ്പിളാണ് ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിൻ്റെ പിരമിഡ്. ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിൽ നമുക്കറിയാം കൂടുതലും ട്രീസ് ആയിരിക്കും, മരങ്ങളായിരിക്കും, വലിയ മരങ്ങളായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അവയുടെ വെയിറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഈ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസേഴ്സ് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് എന്ന് വെച്ചാൽ അവിടെയുള്ള ട്രീസ്, മരങ്ങളാണ് അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ്. ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ വെയിറ്റ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസേഴ്സ് ട്രീസാണ്, അവരാണ് ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്നത്. ദെൻ സെക്കൻഡ് ട്രോഫിക് ലെവലിൽ അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രൈമറി കൺസ്യൂമേഴ്സാണ് വരുന്നത്. ഇവയുടെ വെയിറ്റ് എപ്പോഴും പ്രൊഡ്യൂസേഴ്സിനേക്കാൾ കുറവായിരിക്കും. തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്ന സെക്കൻഡറി കൺസ്യൂമേഴ്സിൻ്റെ വെയിറ്റ് പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ വെയിറ്റിനേക്കാൾ കുറവായിരിക്കും. ഫോർത്ത് ട്രോഫിക് ലെവലിൽ വരുന്ന ടെർഷറി കൺസ്യൂമേഴ്സാണ്, ഇവയുടെ വെയിറ്റാണ് ഏറ്റവും കുറവായി കാണപ്പെടുക. ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസിന് ഒരു എക്സാമ്പിളാണ് സി ഇക്കോസിസ്റ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ലഭിക്കുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് ആയിരിക്കും. വളരെ ചെറിയ ഫൈറ്റോപ്ലാങ്ക്ടൻസ് ആണ് ഈ സി ഇക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസേഴ്സ്. അവയുടെ വെയിറ്റ് എപ്പോഴും പ്രൈമറി കൺസ്യൂമേഴ്സിനേക്കാൾ കുറവായിരിക്കും. എന്ന് വെച്ചാൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സായ ഫൈറ്റോപ്ലാങ്ക്ടൻ്റെ വെയിറ്റിനേക്കാൾ കൂടുതലായിരിക്കും പ്രൈമറി കൺസ്യൂമേഴ്സായ ഫിഷുകളുടെ വെയിറ്റ്. ദെൻ പിരമിഡ് ഓഫ് എനർജി. Graphic representation of energy used by organisms of the successive trophic levels in an ecosystem in the form of a pyramid is called pyramid of energy. ഒരു ഇക്കോസിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസിലെ ഓർഗാനിസങ്ങൾ യൂസ് ചെയ്യുന്ന എനർജിയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് പിരമിഡ് ഓഫ് എനർജി. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് നോട്ട് ചെയ്യുക. ദ പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്, ക്യാൻ നെവർ ബി ഇൻവെർട്ടഡ്. എനർജി പിരമിഡ് എപ്പോഴും അപ്രൈറ്റ് പിരമിഡ് ആയിരിക്കും, ഒരിക്കലും ഇൻവെർട്ടഡ് പിരമിഡ് ലഭിക്കുകയില്ല. എന്തായിരിക്കും കാരണം? There is a gradual decrease in the energy content at the successive higher trophic levels from the producers to the consumers. നമുക്കറിയാം ഒരു ട്രോഫിക് ലെവലിൽ നിന്നും അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 10% മാത്രമേ ഒരു ട്രോഫിക് ലെവലിൽ നിന്നും അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഇത് പിരമിഡ് ഓഫ് എനർജിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും പ്രൊഡ്യൂസേഴ്സിന് ലഭിക്കുന്ന എനർജി എന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി 10,000 ജൂളാണ്. ഈ 10,000 ജൂൾ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. നോക്കിയേ, അവിടെ പ്രൈമറി കൺസ്യൂമറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 1000 ജൂൾ മാത്രമേ പ്രൈമറി കൺസ്യൂമറിന് ലഭിക്കുന്നുള്ളൂ. ഈ പ്രൈമറി കൺസ്യൂമറിന് ലഭിക്കുന്ന 1000 ജൂൾ എനർജിയിൽ നിന്നും ഒരു 100 ജൂൾ മാത്രമേ സെക്കൻഡറി കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നുള്ളൂ. ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സിന് ലഭിക്കുന്ന
100 ജൂളിൽ നിന്നും ആകെ 10 ജൂൾ മാത്രമേ ടെർഷ്യറി കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു ട്രോഫിക് ലെവലിൽ നിന്നും അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറഞ്ഞു വരുന്നു. അതിന് കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസംസ് അവയുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എനർജി യൂസ് ചെയ്യുമ്പോൾ ഹീറ്റിൻ്റെ ഫോമിൽ കുറച്ച് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ട്രോഫിക് ലെവലിൽ നിന്നും അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറയുന്നത്. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ്സ് എന്ന ടോപ്പിക്ക് നോക്കാം. Ecological pyramids never takes into account the same species belonging to 2 or more trophic levels. എന്ന് വെച്ചാൽ ഒരേ സ്പീഷീസിൽപ്പെട്ട ഓർഗാനിസങ്ങൾ തന്നെ 2 or 3 ട്രോഫിക് ലെവലിൽ വരാറുണ്ട്. അങ്ങനെ വരുന്നതിനെ ഈ ഇക്കോളജിക്കൽ പിരമിഡിൽ കണക്കാക്കാൻ കഴിയുന്നില്ല. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് അസ്യൂംസ് എ സിമ്പിൾ ഫുഡ് ചെയിൻ വിച്ച് നെവർ എക്സിസ്റ്റ് ഇൻ നേച്ചർ. പിരമിഡുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിമ്പിൾ ഫുഡ് ചെയിനുകളാണ്. ഇങ്ങനെയുള്ള സിമ്പിൾ ഫുഡ് ചെയിൻസ് പ്രകൃതിയിൽ കാണാറില്ല. അടുത്ത പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് അക്കോമഡേറ്റ് എ ഫുഡ് വെബ്. ഒരു ഫുഡ് വെബിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഈ ഇക്കോളജിക്കൽ പിരമിഡുകൾക്ക് കഴിയില്ല. ഡികമ്പോസേഴ്സ് ആർ നോട്ട് ഗിവൺ എനി പൊസിഷൻ ഇൻ ഇക്കോളജിക്കൽ പിരമിഡ്സ്. പ്രകൃതിയിൽ ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്ന ഈ ഡികമ്പോസേഴ്സിന് ഇക്കോളജിക്കൽ പിരമിഡിൽ സ്ഥാനം കൊടുത്തിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം.